ഇന്നത്തെ റെസിപ്പി നമ്മുടെ വീട്ടിൽ എപ്പോഴുള്ള കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നോമ്പുതുറ സമയത്തായാലും ഈദിൻ്റെ സമയത്തായാലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡെസേർട്ടിൻ്റെയാണ്. ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ കാണാനൊക്കെ ഒന്ന് വെറൈറ്റി ആയിട്ട് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഡെസേർട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഈ ഒരു ഇഫ്താർ ഡെസേർട്ട് തയ്യാറാക്കി എടുക്കാനായിട്ട് ആദ്യം തന്നെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് കിട്ടിയാൽ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് റവയാണ്. ഞാനിപ്പോൾ 1/2 കപ്പ് റവ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ റവ ഒക്കെ നന്നായിട്ട് ചൂടായിട്ട് നന്നായിട്ട് വറവായിട്ട് കിട്ടിയാൽ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പാലാണ്. ഞാനിപ്പോൾ 1 കപ്പ് ചൂടാക്കി എടുത്തിട്ടുള്ള പാലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ റവ വറുത്തെടുക്കുന്ന സമയത്ത് അപ്പുറത്തെ അടുപ്പിൽ പാലൊന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചാൽ മതിയാവും. അപ്പോൾ ഈ ഒരു പാൽ ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇനി കൈയെടുക്കാതെ നന്നായിട്ടൊന്ന് ഇളക്കി വേവിച്ചെടുക്കാം. വേവിച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കൈയെടുക്കാതെ നന്നായിട്ട് വേവിച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. പിന്നെ പാലിന് പകരം വെള്ളത്തിലും വേവിച്ചെടുക്കുക. പക്ഷേ ഈ ഒരു ഡെസേർട്ട് ഉണ്ടാക്കുമ്പോൾ പാലിൽ വേവിക്കുമ്പോഴാണ് ഒരു കറക്റ്റ് ആ ഒരു നല്ല പാലിൻ്റെ ഫ്ലേവറും കൂടെ വരുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ റവ ഒക്കെ നന്നായിട്ട് വെന്ത് നന്നായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഒരു ഏകദേശം ഒന്ന് ചൂടാറി വരുന്ന സമയത്ത് ഇനി കയ്യിൽ വെച്ചിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ സ്ക്രാച്ചൊന്നും ഇല്ലാതെ നല്ല വൃത്തിയിൽ തന്നെ ഇതുപോലെ നന്നായിട്ട് ഉരുട്ടിയെടുക്കണം. പിന്നെ ഉരുട്ടിയെടുക്കുന്ന സമയത്ത് ഒരുപാട് വലിയ ബോൾസാക്കി എടുക്കുന്നതിന് പകരമായിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ബോൾസാക്കിയിട്ട് തന്നെ എടുക്കാം. പിന്നെ നെയ്യൊക്കെ ചേർത്ത് വറുത്തത് കാരണം ഇതിലേക്ക് കയ്യിൽ വേറെ എണ്ണ തടവേണ്ട ആവശ്യമൊന്നുമില്ല ഉരുട്ടിയെടുക്കുന്ന സമയത്ത്. ഇനി അഥവാ ഒട്ടുന്നുണ്ടെങ്കിൽ മാത്രം കയ്യിൽ എണ്ണ തടവിയിട്ട് ഇതുപോലെ ബോൾസാക്കി എടുക്കാം. അപ്പോൾ എല്ലാതും ഇതേ രീതിയിൽ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ബോൾസാക്കി എടുത്തു കഴിഞ്ഞാൽ ഇനി ഇത് മാറ്റി വെച്ചിട്ട് അതേ പാനിലേക്ക് തന്നെ 2 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. അപ്പോൾ പാൽ ഏകദേശം ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇനി ചെറിയൊരു ബൗളെടുത്ത് അതിലേക്ക് 2 സ്പൂണ് കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് പാലൊഴിച്ചിട്ട് അതൊന്ന് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമ്മൾ ചൂടാക്കി എടുത്തിട്ടുള്ള പാലിലേക്ക് ഒഴിച്ചിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഒരുപാട് കുറുകി പോണ്ട, ഒന്ന് പാലൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് കുറുകിയിട്ടുണ്ടാവും. കൂടെ തന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവിൽ മാറ്റം വരുത്തുകയും ചെയ്യാം. അപ്പോൾ ഏകദേശം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 3 ഏലക്കായ ഒന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ഒരു വനില ഫ്ലേവർ കിട്ടണമെന്നുണ്ടെങ്കിൽ വനില എസൻസ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതൊരു നാടൻ ടേസ്റ്റിൽ ഏലക്കാപ്പൊടി ചേർത്തിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ പാലൊക്കെ നന്നായിട്ട് തിളച്ച് വന്നാൽ ചെറുതായിട്ടൊന്ന് കോൺഫ്ലോർ ചേർത്ത് കാരണം ചെറുതായിട്ടൊന്ന് കുറുകിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ബോൾസാക്കി വെച്ചിട്ടുള്ള ആ ഒരു റവയുടെ ബോൾസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഒരുപാട് ഇട്ടിട്ട് കയ്യിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കരുത്, ചിലപ്പോൾ പൊട്ടിപ്പോവാനുള്ള സാധ്യത ഉണ്ട് ഈ ഒരു ബോൾസ്. അപ്പോൾ ചെറുതായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു റവ ബോൾസ് ഇട്ടിട്ട് ഒന്നൊന്ന് തിളച്ച് വന്നാൽ മതിയാവും. 1 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഡെസേർട്ട് റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നോമ്പുതുറ സമയത്തായാലും ഈദിൻ്റെ സമയത്തായാലും നമ്മൾ ഗുലാബ് ജാമുനൊക്കെ സെർവ് ചെയ്യുന്ന രീതിയിൽ ബോൾസും അതേപോലെ തന്നെ ഈ ഒരു സിറപ്പും ചേർത്തിട്ട് സെർവ് ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ആ ഒരു സോസും കൂടെ കൂട്ടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.